നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സുഖലോലുപതയും മദ്യാസക്തിയും ജീവിതവ്യഗ്രതയും ഒക്കെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നു. അത്യാഗ്രഹം നിമിത്തം മനുഷ്യർ സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ധനത്തിൽ ആശ്രയിക്കുകയും സ്ഥാനമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത് അവയ്ക്കൊക്കെ ആരാധന കൊടുക്കുകയും ചെയ്യുന്നു. താൽക്കാലികമായ ഈ ലോക ജീവിതം ശാശ്വതമാണെന്ന് ആരോ അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മരണം എന്ന സത്യത്തെക്കുറിച്ച് അതെപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എന്നത് അവന്റെ ചിന്തയിൽ ഒരിക്കൽ പോലും കടന്നു വരുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഭോഷനായ ധനികൻ ചിന്തിച്ചതുപോലെ ധാരാളം പേർ അതേ ചിന്തയോടുകൂടി ഇന്നും ജീവിക്കുന്നു. ആ ധനികനോടായി ദൈവം ഇപ്രകാരമാണ് സുവിശേഷത്തിൽ പറയുന്നത്: ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ജീവിതയാത്രയിൽ നമ്മുടെ ശരീരത്തെപ്പറ്റി മാത്രം ചിന്തിക്കാതെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇതിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതയാത്രയുടെ അന്ത്യം മരണത്തിൽ അവസാനിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. മരണസമയത്തുള്ള നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. മരണം എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് അറിവില്ലാത്തതിനാൽ ആത്മാവ് എപ്പോഴും അതിന് ഒരുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കേണ്ടിയിരിക്കുന്നു. അതായത് ജീവിതയാത്രയിൽ ഓരോ നിമിഷവും നമ്മുടെ ആത്മാവ് വിശുദ്ധിയിലായിരിക്കണമെന്ന് ചുരുക്കം. ജീവിതയാത്രയിൽ എപ്പോഴും ആത്മരക്ഷയെപ്പറ്റിയുള്ള ചിന്തയുടെ ഒരു തീപ്പൊരി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യ സൃഷ്ടിക്കും ദൈവം ഒരു ദൗത്യം ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ദൗത്യം ഓരോ വ്യക്തിക്കും പൂർത്തീകരിക്കുവാൻ അവരോരോരുത്തർക്കും വേണ്ടി ദൈവം പ്രത്യേക പദ്ധതികൾ വിഭാവന ചെയ്തിട്ടുമുണ്ട്. ജീവിതയാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ അവസാനം നമ്മുടെ നമുക്ക് നിത്യതയാ, അതാണ് ദൈവം ലക്ഷ്യമിടുന്നത്. ജീവിതയാത്രയിൽ സഹനങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള അവസരങ്ങളായി ദൈവം മാറ്റുന്നു. അതിലൂടെ നമുക്ക് ധാരാളം ദൈവകൃപയും ലഭ്യമാകുന്നു. ഈ ലോകത്തിൽ നാം ജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി മാറുവാനാണ് ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യ സൃഷ്ടിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അമ്മ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി മാറി നമുക്ക് മാതൃക കാണിച്ചു തരികയായിരുന്നു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്നാണ് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹ്രസ്വമായ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ നാം ശാരീരിക മരണത്തിലേക്ക് കടക്കുന്നു. നിത്യതയിലേക്കുള്ള വാതിലാണ് മരണം. ഈ മരണത്തിന് ശേഷം ഞാൻ ലക്ഷ്യമാക്കുന്നത് നിത്യസ്വർഗമാണോ നിത്യനരകമാണോ? ജീവിതയാത്രയിൽ നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിക്ഷേപങ്ങൾ എൻ്റെ കൈവശമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. യേശു തൻ്റെ കുരിശുമരണം വഴി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ സൗജന്യ രക്ഷ ഞാൻ ഇരുകരങ്ങളിൽ നീട്ടി സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ എനിക്കത് ലഭിക്കുകയുള്ളൂ. ഈ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ ശ്രമത്താൽ നാം നേടുന്നതല്ല എന്ന് മനസ്സിലാക്കുക. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണല്ലോ വചനം പറയുന്നത്. പാവം വിട്ടൊഴിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. ധൂർത്തുപുത്രന്റെ ഉപമയിലൂടെ പിതാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് തന്റെ പ്രിയപുത്രന്റെ മടങ്ങി വരവിനായി മാനസാന്തരത്തിനായി കാത്തിരിക്കുന്നു. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം മുഴുവൻ ആനന്ദിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ. എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും രക്ഷിക്കുകയും ചെയ്ത ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കേണ്ടവനല്ലേ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. പാപത്തിൽ തുടരുമ്പോൾ നാം ദൈവമക്കൾ എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശു തന്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി നേടിത്തന്ന ഈ പദവി എത്രയധികം വിലമതിക്കാനാകാത്തതാണ്. താൽക്കാലികമായ ഈ ലോക ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടില്ല. ജീവിതയാത്ര എന്നത് ഒരു ഓട്ടക്കാരന്റെ ഓട്ടം പോലെയാണ്. തിരിഞ്ഞു നോക്കാതെ, ഇടംവലം നോക്കാതെ ലക്ഷ്യത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം. അതായത് നിത്യജീവന്റെ പാതയിലൂടെയുള്ള ഒരു ഓട്ടം. തിരിഞ്ഞു നോക്കുകയോ നോട്ടം തെറ്റുകയോ ചെയ്താൽ ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. യേശു കടലിന് മുകളിലൂടെ നടന്നപ്പോൾ പ്രിയ ശിഷ്യനായ പത്രോസിനും അതുപോലെ നടക്കുവാൻ ആഗ്രഹം തോന്നി. യേശുവിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് പത്രോസ് നടന്നു. ഇടയ്ക്ക് ദൃഷ്ടി യേശുവിൽ നിന്ന് മാറി ചുറ്റുമുള്ള കടലിലേക്കും തിരമാലകളിലേക്കും ആയപ്പോൾ ഭയപ്പെടുകയും കടലിൽ വീഴുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന് ദൃഷ്ടി വീണ്ടും യേശുവിലേക്ക് തിരിക്കുവാൻ കൃപ ലഭിച്ചു. അതിനാൽ വീണ്ടും വീഴാതെ കടലിന് മീതെ നടക്കുവാൻ സാധിച്ചു.
എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിത്യതയുടെ തീരത്ത് നമുക്ക് എത്തിച്ചേരാം. അവിടെ സ്വർഗപിതാവും ഏകരക്ഷകനായ യേശുവും പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധരും മാലാഹമാരും ഉണ്ട്. എല്ലാവരും അവിടെ എത്തിച്ചേരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നിത്യജീവൻ അർഹരാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും സ്വർഗത്തിലുള്ള അപ്പന്റെ മക്കളാണല്ലോ. ആ അപ്പന്റെ മക്കൾ നാം എല്ലാവരും ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.